+2 അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇംപ്രൂവ്മെൻറ്റിന് തയ്യാറാകുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിൽ നിന്നും മുൻവർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അത് ഏത് രീതിയിൽ പഠിച്ചു വെക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ചാപ്റ്റർ 1 അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിലെ എല്ലാ പ്രധാനപ്പെട്ട തിയറികളും 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻസും മുമ്പത്തെ പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണ്ടതിന് ശേഷം ഇതിലെ 1 വേർഡുകൾ ആൻസർ ചെയ്ത് നോക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നേക്കുന്ന 1 വേർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ്. Answer, it is a real account. Next, income and expenditure account is a dash. Answer, it is a nominal account. Next, the excess of income over expenditure is dash. Surplus. Next, the excess of expenditure over income is dash. Deficit. 3ഉം 4ഉം ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ച് വെച്ചിട്ട് മറ്റേതുമായി കണക്ട് ചെയ്യുക. Fifth one, dash represents the excess of assets over liabilities. Capital fund. Next, outstanding subscription of a club is its dash. Outstanding subscription എന്ന് പറയുന്നത് അസറ്റ് ആകുന്നു. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദി സീരീസ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഒന്നില്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കിലായിരിക്കും തുടങ്ങുന്നതും അവസാനിക്കുന്നതും. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഒരിക്കലും സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് എന്ന് എഴുതാൻ പാടില്ല. സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. നെക്സ്റ്റ്, ഡൊണേഷൻ ഫോർ ടൂർണമെൻറ്റ് ഫണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റെസിപ്റ്റ്. സ്പെസിഫിക് പർപ്പസിനുള്ള ഡൊണേഷൻസ് നമ്മളെല്ലാം ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. നെക്സ്റ്റ്, ഡൊണേഷൻ റിസീവ്ഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് വിൽ ബി ടേക്കൺ ഇൻ ടു ദി ഡാഷ്. നമ്മൾ 8th ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, ഡൊണേഷൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ക്യാപിറ്റൽ റെസിപ്റ്റ് എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. 8ഉം 9ഉം ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഡാഷ്. എ ലയബിലിറ്റി. മുൻകൂട്ടി ലഭിക്കുന്ന സബ്സ്ക്രിപ്ഷൻസ് എല്ലാം നമ്മുടെ ബാധ്യതയാണ്. നെക്സ്റ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈസ് ലെഗസീസ് ഓഫ് സ്മോൾ എമൗണ്ട് ആസ് ഡാഷ്. റവന്യൂ റെസിപ്റ്റ്. വരുമാനമായിട്ടാണ് എൻ്റർ ചെയ്യാറ്. നെക്സ്റ്റ്, ദി എമൗണ്ട് റിസീവ്ഡ് ബൈ എ നോൺ ട്രേഡിംഗ് കൺസേൺ ആസ് പെർ ദി വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ ഈസ് നോൺ ആസ് ഡാഷ്. ഒരാളുടെ മരണാനന്തരം ലഭിക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഡാഷ്. ലെഗസി. നെക്സ്റ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റെക്കോർഡ്സ് ട്രാൻസാക്ഷൻസ് ഓഫ് ഡാഷ് നേച്ചർ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന്. റവന്യൂ നേച്ചർ. വരുമാന മാർഗത്തിലുള്ള ഇൻകംസും ചെലവുകളുമാണ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ 1 വേർഡുകൾ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്കോ 3 മാർക്കോ ഈ ചാപ്റ്ററിൽ നിന്ന് 1 വേർഡ് എന്നുള്ള രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 4 മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻസ് മുന്നത്തെ വീഡിയോസിൽ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി നന്നായി പഠിക്കുക. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ്, ഷോ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഫോളോയിങ് ഐറ്റംസ് ഫ്രം എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. താഴെ തന്നേക്കുന്ന ഐറ്റംസിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എഴുതാൻ വരും. ഏതെങ്കിലും 2-3 എണ്ണം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോസ് മുമ്പത്തെ പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കുക. മലയാളത്തിൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് മലയാളത്തിൽ തിയറി എഴുതാവുന്നതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നിട്ട് നിങ്ങളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യാൻ പറയാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർച്ച് 2020 ചോദിച്ച ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചെയ്യാൻ വന്നേക്കണ ക്വസ്റ്റ്യനാണ്. 8 മാർക്ക് ക്വസ്റ്റ്യനാണ്.
ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നന്നായി മനസ്സിലാക്കിയെടുക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആദ്യം ഫോർമാറ്റ് വരയ്ക്കുക. എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്, ഹെഡിങ് കൊടുക്കാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ റൈറ്റ് സൈഡിൽ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്, അത് നോക്കി നമുക്ക് ചെയ്യാം. പേയ്മെൻറ്റ് സൈഡിൽ ആദ്യം വന്നേക്കുന്നത് സാലറീസ് ആണ് 88,000. അപ്പോൾ ആ 88,000 ആദ്യം എടുത്ത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. അതിനുശേഷം സാലറീസ്, റെൻറ്റ് ഇതൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് സാലറിയുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നതാണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദി ഇയർ എമൗണ്ടഡ് 8,000. സാലറിക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളം 96,000 കാണിക്കാൻ. നെക്സ്റ്റ് ഐറ്റം പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ആണ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്നത് എഴുതുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഓരോ ഐറ്റം എഴുതുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കേണ്ടതാണ്. അപ്പോൾ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിക്കും ഒരു ക്ലോസിങ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. സ്റ്റേഷനറിയുടെ ക്ലോസിങ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. എത്ര 800 രൂപ സ്റ്റേഷനറിക്ക് ക്ലോസിങ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് വേണം പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ എമൗണ്ട് ഔട്ടർ കോളം കൊടുക്കാൻ. നെക്സ്റ്റ് ഐറ്റം സ്പോർട്സ് എക്സ്പെൻസസ് ആണ്. സ്പോർട്സ് എക്സ്പെൻസസിന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നും തന്നെ തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ എമൗണ്ട് തന്നെ എടുത്ത് എഴുതാം. അതിനുശേഷം വരുന്ന ഇലക്ട്രിസിറ്റി ചാർജസ്, റെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ് ഇതിനൊന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു കാര്യവും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ എമൗണ്ട് തന്നെ എടുത്ത് എഴുതാം. ഇനി വരുന്ന ഐറ്റംസ് ഇൻവെസ്റ്റ്മെൻറ്റും ബാലൻസ് ക്യാരി ഡൗൺ ആണ്. അത് ബാലൻസ് ഷീറ്റിലേക്ക് കാണിക്കേണ്ട ഐറ്റംസ് ആണ്. അതുകൊണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വല്ല ഡിപ്രീസിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഡിപ്രീസിയേഷൻ പറയുന്നുണ്ടല്ലോ, 5th അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് സ്പോർട്സ് എക്യുപ്മെൻറ്റിന് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മൾ ആ ഡിപ്രീസിയേഷൻ ഇവിടെ കണ്ടെഴുതണം. അതിനുശേഷം നമ്മൾ റെസിപ്റ്റ് സൈഡ് നോക്കിയിട്ട് ഇൻകം സൈഡ് പോസ്റ്റ് ചെയ്യണം. റെസിപ്റ്റ് സൈഡിൽ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ട ഐറ്റമാണ്. പിന്നെ വരുന്നത് സബ്സ്ക്രിപ്ഷനാണ്. സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇന്നർ കോളം 3,53,900 എഴുതാം. അതിൻ്റെ കൂടെ കറൻറ്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക. പ്രീവിയസ് ഇയറും നെക്സ്റ്റ് ഇയറും മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയറും നെക്സ്റ്റ് ഇയറും ഇല്ല. കറൻറ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറൻറ്റ് ഇയറിൽ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക. 26,000 ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളം കൊടുക്കാം. പിന്നെ വരുന്ന ഐറ്റംസ് ഡൊണേഷൻസും എൻട്രൻസ് ഫീയും ആണ്. ഡൊണേഷൻസും എൻട്രൻസ് ഫീയും മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് ഷുഡ് ബി ക്യാപിറ്റലൈസ്ഡ്. അപ്പോൾ നമ്മളത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ, ക്ലോസിങ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അതുകൊണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഐറ്റം ലോക്കർ റെൻറ്റ് 8,500. അത് നമ്മുടെ ഇൻകം ആണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ താഴെ ലോക്കർ റെൻറ്റ് പോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡും ആഡ് ചെയ്യുക. എന്നിട്ട് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക. സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആയാലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇവിടെ നമുക്ക് സർപ്ലസ് ആണ് കിട്ടുന്നത് 1,72,400. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റുമാണ്. ഓപ്പണിംഗ് ഡേറ്റിൽ വരുന്ന എല്ലാ അസറ്റും ലയബിലിറ്റീസും വേർതിരിച്ച് എഴുതുക. അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഓപ്പണിംഗ് ഡേറ്റിൽ അസറ്റ്സുകൾ മാത്രമേ തന്നിട്ടുള്ളൂ, ലയബിലിറ്റീസ് ഒന്നും തന്നെയില്ല. ഇനി ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് 1,69,700 കിട്ടും. അതിനെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ട് ആദ്യം എഴുതി, അതിൻ്റെ കൂടെ സർപ്ലസ് ആഡ് ചെയ്യുക. പിന്നെ നമ്മളോട് അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ട് ഐറ്റംസ് എൻട്രൻസ് ഫീയും ഡൊണേഷൻസും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 4,26,300 ഔട്ടർ കോളം കൊടുക്കുക. അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിങ് വേജസോ സാലറിയോ അങ്ങനെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്യേണ്ടതാണ്. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് എൻ്റർ ചെയ്തു. ഇനി നമുക്ക് എഴുതാനുള്ളത് അസറ്റ്സുകളാണ്. ക്ലോസിംഗ് ഡേറ്റിൻ്റെ എല്ലാ അസറ്റ്സുകളും നമ്മൾ എഴുതണം. ക്യാഷ് ഇൻ ഹാൻഡ് 9,300, ബാങ്ക് 42,000. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ തന്നേക്കുന്ന ബാലൻസ് ക്യാരി ഡൗൺ ആയ ക്യാഷും ബാങ്കുമാണ് എടുത്ത് എഴുതുന്നത്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 26,000, ക്ലോസിംഗ് സ്റ്റോക്ക് 800, ഇൻവെസ്റ്റ്മെൻറ്റ് 21,000, സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളം കൊടുക്കാൻ. അതുപോലെ തന്നെ ലൈബ്രറി ബുക്സും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും എഴുതി. ഇനി നമുക്ക് ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഒരു അസറ്റും ഒരു ലൈബിലിറ്റിയും എഴുതാനില്ല. അപ്പോൾ രണ്ട് സൈഡ് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 4,34,300 കിട്ടും. ഈ രണ്ട് ബാലൻസ് ഷീറ്റിൽ നിന്നും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ആ ഡേറ്റുമായി ബന്ധപ്പെട്ട അസറ്റ്സും ലയബിലിറ്റീസും എടുത്ത് പോസ്റ്റ് ചെയ്യുക.
അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ആ ഡേറ്റുമായി ബന്ധപ്പെട്ട അസറ്റ്സും ലയബിലിറ്റീസും എഴുതുന്നതിൻ്റെ ഒപ്പം അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്ത് സർപ്ലസോ ഡെഫിസിറ്റോ കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടൊന്നും തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ചെയ്യണം. വളരെ എളുപ്പമായ പ്രോബ്ലമാണ്, തന്നെ ചെയ്ത് മനസ്സിലാക്കിയെടുക്കുക. ഈ 2 പ്രോബ്ലവും നന്നായി വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്സിൽ എന്തെല്ലാം പഠിക്കണം എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം പറയാം. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ: റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രിമെൻ്റ് ഒന്നും നിലകൊള്ളുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ഈക്വലായി ഷെയർ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അവർ കോൺട്രിബ്യൂട്ട് ചെയ്താണ് ക്യാപിറ്റലിൽ ഇൻട്രസ്റ്റ് ഒന്നും എടുക്കാൻ പാടില്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അവർ പേഴ്സണലായിട്ട് എടുത്തേക്കണം, അതുമൊന്നും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പാടില്ല. പിന്നെ നോ സാലറി ഓർ കമ്മീഷൻ, സാലറി ആയിട്ടും കമ്മീഷനായിട്ടും ഒരു എമൗണ്ടും പിൻവലിക്കാൻ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് 1 വേർഡുകൾ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ ചാപ്റ്ററിൽ വന്നത് മെയിൻറ്റെയിനിങ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആണ്. അത് 2 ടൈപ്പിലാണ്: ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഈച്ച് പാർട്ണർ വിൽ ഹാവ് 2 accounts, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഇൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് there is only one account, that is capital account. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെയും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെയും ഫോർമാറ്റുകൾ പഠിച്ചു വയ്ക്കുക. പ്രോബ്ലം വന്നാൽ ഫോർമാറ്റ് പഠിച്ചവർക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ളതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതിൻ്റെയും ഫോർമാറ്റ് നോക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വന്നാൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണക്കാക്കേണ്ടത്. ബിഗിനിങ്ങിലാണെങ്കിൽ 6.5/12, മിഡിലാണെങ്കിൽ 6/12, എൻഡ് ആണെങ്കിൽ 5.5/12. ഈ ഭാഗത്ത് നിന്ന് മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് തന്നേക്കുന്നത്. അതിൻ്റെ ആൻസർ അതിൻ്റെ ഒപ്പിട്ടേക്കുന്നുണ്ട്. ചെയ്ത് നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ആ ചാപ്റ്ററിൽ മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കിയിട്ട് ചെയ്തു നോക്കാം. 1 വേർഡുകളൊക്കെ പഠിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ളതാണ്. കണ്ടുപിടിച്ചിട്ടുണ്ട്, ചെയ്തു നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് ഒരു 1 വേർഡ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ അക്യുമുലേറ്റഡ് ലോസ്. പിന്നെ വരുന്നത് നിങ്ങളോട് പറഞ്ഞേക്കണത് എൻട്രീസ്, ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. ഫേമിൻ്റെ ഗുഡ് വില്ലാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്നിട്ട് ന്യൂ പാർട്ട്ണറിൻ്റെ ഷെയർ കണ്ടുപിടിച്ചിട്ട് ആ എമൗണ്ടിനെ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ജേണൽ എൻട്രി ഉഗാഷ് എന്ന് പറഞ്ഞ പാർട്ട്ണർ ഫേമിലോട്ട് വന്നപ്പോൾ ഉള്ള ക്യാപിറ്റലാണ്. അതിൻ്റെ എൻട്രിയാണ് ക്യാഷ് അക്കൗണ്ട് അറ്റ് ഉഗാഷ് ക്യാപിറ്റൽ. രണ്ടാമത്തത് അയാളുടെ പ്രീമിയം 1/4 ഇട്ടിട്ട് 80,000 × 1/4 കണ്ടുപിടിക്കുമ്പോൾ വരുന്നതാണ് രണ്ടാമത്തെ ജേണൽ എൻട്രി. മൂന്നാമത്തെ ജേണൽ എൻട്രി പ്രീമിയം ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് 20,000-ന് സാക്രിഫൈസിങ് റേഷ്യോയിൽ 12,000, 8,000 എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ എൻട്രി അതാണ്. നാലാമത്തത് ഹാഫ് ഓഫ് ദി ഗുഡ് വില്ല് വിഡ്രോൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ലാസ്റ്റ് തന്നേക്കുന്നത്, നാലാമത്തെ എൻട്രി ആയിട്ട് തന്നേക്കുന്നത്. നാലാമത്തെ എൻട്രിയിൽ ഹാഫ് ഓഫ് ദി പ്രീമിയം എന്ന് പറയുമ്പോൾ 20,000-ൻ്റെ പകുതി 10,000-നെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് മാർച്ച് 2019 ക്വസ്റ്റ്യനാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കാനാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ 5 മെത്തേഡ് ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഷുവറായിട്ട് ഉണ്ടാവും. അതെല്ലാം ഇക്വേഷൻ സഹിതം പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാനുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണുന്ന 5 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം പഠിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് റിവാലുവേഷൻ അക്കൗണ്ട്. ഫോർമാറ്റ് നോക്കാം.
ഡിക്രീസ് ഇൻ അസറ്റ് ആണെങ്കിൽ അസറ്റിൻ്റെ വില കുറയുകയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് കൊടുക്കണം. അതുപോലെ തന്നെ അസറ്റിൻ്റെ വില കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൊടുക്കണം. നെക്സ്റ്റ് ലൈബിലിറ്റീസിൻ്റെ വില കൂടുതലാവുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി ആണെങ്കിൽ ഡെബിറ്റ് സൈഡും ഡിക്രീസ് ഇൻ ലൈബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡും. അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഡെബിറ്റ് സൈഡിലും അൺറെക്കോർഡഡ് അസറ്റ് ക്രെഡിറ്റ് സൈഡിലും. രണ്ട് സൈഡും ഐറ്റംസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നില്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ ലോസ് കിട്ടും. രണ്ടായാലും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. റിവാലുവേഷൻ അക്കൗണ്ടിൽ നിന്നും മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ആൻസർ എങ്ങനെയെന്ന് നോക്കാം. റിവാലുവേഷൻ അക്കൗണ്ട് ആദ്യം ചെയ്യണം. അത് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നേക്കുന്ന അസറ്റും മുകളിൽ ബാലൻസ് ഷീറ്റിൽ തന്നേക്കുന്ന അസറ്റും കൂടി തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് സൈഡും കൊടുക്കുക, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് സൈഡും കൊടുക്കുക. അതുപോലെ തന്നെ ലൈബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് സൈഡും ലൈബിലിറ്റീസ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് സൈഡും എൻ്റർ ചെയ്യുക. അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡ് കൊടുക്കുക, അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൊടുക്കുക. അൺറെക്കോർഡഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് മുകളിലെ ബാലൻസ് ഷീറ്റിൽ തരാതെ താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ മാത്രം തന്നേക്കുന്നതിന് അൺറെക്കോർഡഡ് ലൈബിലിറ്റി എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് അൺറെക്കോർഡഡ് അസറ്റും. ഇവിടെ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് ചെയ്തപ്പോൾ ലോസാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ലോസിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിന് ശേഷം ബാലൻസ് ഷീറ്റ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് അറ്റ് ബാങ്ക് എഴുതുമ്പോൾ പുതിയ പാർട്ണറിൻ്റെ ക്യാപിറ്റലും ഗുഡ് വില്ലും ക്യാഷിൻ്റെ കൂടെ ആഡ് ചെയ്യണം. മാർച്ച് 2020 റിവാലുവേഷൻ അക്കൗണ്ട് മാത്രം ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഫോർമാറ്റ് നോക്കി തന്നെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റർ റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ടത് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഗുഡ് വില്ല് ഈ റേഷ്യോയിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ മാർച്ച് 2019 ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് വന്നേക്കാം മാർച്ച് 2018 ഗുഡ് വിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്ട് ഗുഡ് വില്ലിൻ്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫേമിൻ്റെ ഗുഡ് വില്ല് തന്നിട്ടുണ്ട്. അതിൽ നിന്നിട്ട് നിങ്ങൾ ജേണൽ എൻട്രി പാസ് ചെയ്യണം. ആദ്യം റിട്ടയർഡായി പോണ പാർട്ട്ണറിൻ്റെ ഗുഡ് വില്ലിൻ്റെ ഷെയർ കണ്ടുപിടിക്കുക. എന്നിട്ട് ഗെയിനിങ് റേഷ്യോയിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സിന് കണ്ടിന്യൂ ചെയ്യണ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ 3 പാർട്ട്നേഴ്സും കൂടിയുള്ള ഒരു ഫേമിൽ എക്സ് എന്ന് പറയുന്ന പാർട്ട്ണർ മരിച്ചു പോയാൽ പിന്നീട് അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയായിരിക്കും വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിന് കുറേ ABCDE എന്നും പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെയ്യണം. ഇവിടെ ആൻസറിൽ ABCDE ആ പോയിന്റുകൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നു. നെക്സ്റ്റ് മാർച്ച് 2020 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇതിലും ഒരു പാർട്ട്ണർ ലക്ഷ്മി എന്ന് പറയുന്ന പാർട്ട്ണർ മരിച്ചു പോകുന്നു. അതിനുശേഷം അയാൾക്ക് കിട്ടേണ്ട എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കുന്ന വിധം ഇവിടെ എഴുതിയിട്ടുണ്ട്. ചെയ്ത് നോക്കുക. ഇനി ലാസ്റ്റ് ചാപ്റ്ററായ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം നോക്കാം. ഇതിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. പിന്നെ ഒരെണ്ണം റിവാലുവേഷനും റിയലൈസേഷനും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. കഴിഞ്ഞ വർഷം മാർച്ച് 2020 ഈ ചാപ്റ്ററിൽ നിന്നാണ് 8 മാർക്കിന് ക്വസ്റ്റ്യനായി ചോദിച്ചത്. റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ചെയ്യാനാണ് ചോദിച്ചത്. റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ ചെയ്യുന്നത് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാനായി സാധിക്കും. ഇംപ്രൂവ്മെൻറ്റിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് റിയലൈസേഷൻ അക്കൗണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് പഠിക്കണം. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.